വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ PSC ഇൻ ടെക്സ്റ്റ് ബുക്ക്. 8ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം ബയോളജി ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനാണ് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 8ാം ക്ലാസ്സിൻ്റെ ബാക്കി സബ്ജക്റ്റുകൾ ഏതെങ്കിലും ചാപ്റ്റർ വേണോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഒരുപാട് ബാക്കിലായതുകൊണ്ട് ക്ലാസ്സസ് ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാലോ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ മെരിസ്റ്റമിക് സെൽസിനെ കുറിച്ചാണ് പറഞ്ഞ് നിർത്തിയത് ആണല്ലോ. അതിനകത്ത് മെരിസ്റ്റമാറ്റിക് സെൽസിനെ കുറിച്ചും മെച്ചോർ പ്ലാന്റ് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഏറ്റവും ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയത്. ഇനി അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല, ബാക്കി പോർഷനിലോട്ട് പോകാം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ് ടിഷ്യൂസ് ആർ ഫോംഡ് ഫ്രം മെരിസ്റ്റമാറ്റിക് സെൽസ്. അതായത് നമ്മൾ പറഞ്ഞു മെരിസ്റ്റമാറ്റിക് സെൽസ് എന്താണ് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഈ മെരിസ്റ്റമാറ്റിക് സെൽസിൽ നിന്നാണ് ബാക്കിയുള്ള പ്ലാന്റ് ടിഷ്യൂസ് എല്ലാം തന്നെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആനിമൽ ടിഷ്യൂസും ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ടും ഡിസ്കസ് ചെയ്യുന്നത് പ്ലാന്റ് ടിഷ്യൂസ് ആണ് കേട്ടോ. ഏതൊക്കെയാണ് പ്ലാന്റ് ടിഷ്യൂസ്? പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, സൈലം, ഫ്ലോയം. ഭയങ്കര ഈസിയാണ്. എന്തൊക്കെയാണ്? പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, സൈലവും ഫ്ലോയവും. ഈ സൈലത്തിനെയും ഫ്ലോയത്തിനെയും നമ്മൾ വേറൊരു പേര് വിളിക്കും, വാസ്കുലാർ ടിഷ്യൂസ് എന്ന് വിളിക്കും. അപ്പോൾ ഏതൊക്കെയാണ് പ്ലാന്റ് ടിഷ്യൂസ്? ഏതൊക്കെയാണ്? പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ, സൈലവും ഫ്ലോയവും. ഈ സൈലത്തിനെയും ഫ്ലോയത്തിനെയും നമ്മൾ വിളിക്കുന്ന പേര് വാസ്കുലാർ ടിഷ്യൂസ് എന്നാണ്. എങ്കിൽ നമുക്ക് ഓരോരുത്തരെയും കുറിച്ച് പഠിച്ചാലോ. ഇതേ ഇവിടെ നോക്കിയാട്ടെ, നിങ്ങൾ +1 ആയാൽ ഇനിയിപ്പോൾ ഒരു പക്ഷേ സ്കൂൾ ഓപ്പൺ ചെയ്താലും, ഞാനൊക്കെ +1 കണ്ടത് കേട്ടോ. അപ്പോൾ ഇതെന്ത് ചെയ്യും, നമുക്ക് മൈക്രോസ്കോപ്പിനകത്തോട്ട് നോക്കുമ്പോൾ ഇങ്ങനൊരു അടിപൊളി ഇതേപോലെ തന്നെ കാണാൻ പറ്റും കേട്ടോ. ഭയങ്കര അത്ഭുതമായിരുന്നു എനിക്കിത് ആദ്യമായിട്ട് ഈ ഒരു നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തപ്പോൾ ഈ ഒരു ചിത്രം അതേപോലെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം, അത്ഭുതം എല്ലാം കൂടെ ആയിരുന്നു കേട്ടോ. അതായത് നമുക്ക് ഇതുപോലെ തന്നെ കാണാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് വാഴയുടെ വേരിൻ്റെ ഒരു തിൻ ക്രോസ് സെക്ഷൻ, അല്ലെങ്കിൽ ഇപ്പം ചേമ്പിൻ്റെയൊക്കെ വേര് ടീച്ചേഴ്സ് എടുപ്പിക്കുമായിരുന്നു. എന്നിട്ട് അതിൻ്റെ തിൻ ക്രോസ് സെക്ഷൻ എടുത്തിട്ടാണ് നമുക്ക് ഇങ്ങനെ അത് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ മന്ദാരത്തിൻ്റെ മൊട്ട്, അതിൻ്റെ തിൻ ക്രോസ് സെക്ഷൻ എടുത്തിട്ടൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും അടിപൊളിയായിട്ട് ഇത് കാണാൻ പറ്റുമേ. അപ്പോൾ ഇവിടെ നോക്കിയാട്ടെ, കോളൻ കൈമ, പാരൻ കൈമ, സ്ക്ലീറൻ കൈമ, ഫ്ലോയം, സൈലം, ഇതെല്ലാം അടയാളപ്പെടുത്തി വെച്ചേക്കുന്നതാണ്. നമ്മൾ സ്റ്റെയിൻ ചെയ്യുകയും ചെയ്യും, കളർ ചെയ്യുകയൊക്കെ ചെയ്യും. നമ്മളതിൻ്റെ പ്രൊസീജിയറൊക്കെ ഓൾറെഡി പറഞ്ഞതാണ് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ അല്ലേ, ഒക്കെ അറിയാവില്ല. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഈ കോളൻ കൈമയെക്കുറിച്ചും പാരൻ കൈമ അല്ലെങ്കിൽ സ്ക്ലീറൻ കൈമ, ഫ്ലോയം, സൈലം, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം. ഈ പേരെടുത്ത് പറയുന്നത് നിങ്ങൾക്കങ്ങ് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നോക്കിയാട്ടെ, പ്ലാന്റ് ടിഷ്യൂസ് ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ പാരൻ കൈമ. ഇത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ ഇമേജ് നല്ലതായിട്ട് സൂക്ഷിച്ച് നോക്കണം കേട്ടോ. ഓരോന്നിനും അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതയുണ്ട്. നമ്മൾ ഫസ്റ്റ് നോക്കുമ്പം മുകളിലൊരു വട്ടം മഞ്ഞ കളറ്, താഴെ ഒരു വട്ടം മഞ്ഞ കളറ്. പക്ഷേ ഇച്ചിരിയും കൂടി സൂക്ഷിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻസ് നല്ലതായിട്ട് മനസ്സിലാവും കേട്ടോ. അപ്പോൾ പാരൻ കൈമ എന്താണ് പ്രത്യേകത? കമ്പോസ്ഡ് ഓഫ് സെൽസ് വിത്ത് എ സിംപ്ലസ്റ്റ് സ്ട്രക്ചർ. അതായത് ഏറ്റവും സിംപ്ലസ്റ്റ് സ്ട്രക്ചറുള്ള സെൽസുകൾ ചേർന്നിട്ടാണ് എന്തുണ്ടായിട്ടുള്ളത്? പാരൻ കൈമ ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, നമ്മൾ ടിഷ്യൂസാണ് പഠിക്കുന്നത്. ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ജോലി ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടിഷ്യൂസ്. അപ്പോൾ ഈ പാരൻ കൈമ എന്ന് പറയുന്നത് സിംപ്ലസ്റ്റ് സ്ട്രക്ചറുള്ള സെൽസ് ചേർന്നിട്ടുണ്ടായതാണ്. സീനിൻ്റെ സോഫ്റ്റ് പാർട്സ് ഓഫ് ദി പ്ലാന്റ് കേട്ടോ. അതായത് സസ്യങ്ങളുടെ മൃദുവായ ഭാഗങ്ങളിൽ കാണപ്പെടുന്നതാണ് നമ്മുടെ പാരൻ കൈമ. അതല്ലെങ്കിൽ ചോദിക്കും ടെൻഡർ പാർട്സ്, സീൻ ഇൻ ദ ടെൻഡർ പാർട്സ് ഓഫ് ദി പ്ലാന്റ് എന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ്? നമ്മുടെ പാരൻ കൈമയാണ് കേട്ടോ, സോഫ്റ്റ് പാർട്സിൽ. അപ്പോൾ ഒന്നാലോചിച്ച്, സിംപ്ലസ്റ്റ് സ്ട്രക്ചറാണ്, സോഫ്റ്റ് പാർട്സിലാണ് കാണപ്പെടുന്നത്, ഹെൽപ്സ് ഇൻ ഫോട്ടോസിന്തസിസ് ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ് കണ്ടോ. എന്തിനൊക്കെ സഹായിക്കുന്നുണ്ട്? പ്രകാശ സംശ്ലേഷണത്തിനും അതുപോലെ തന്നെ ഭക്ഷണത്തിന് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനും ആര് സഹായിക്കുന്നുണ്ട്? പാരൻ കൈമ സഹായിക്കുന്നുണ്ട്. അപ്പോൾ സോഫ്റ്റ് പാർട്സിലല്ലേ കാണപ്പെടുന്നത്. അപ്പോൾ അതുമായിട്ട് ലിങ്ക് ചെയ്ത് നമുക്ക് ഫോട്ടോസിന്തസിസിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിരിക്കും. കാരണം ലീഫും അതുപോലെ തന്നെ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന പാർട്സിലൊക്കെ കാണും, അതൊക്കെ സോഫ്റ്റ് പാർട്സ് ആണ്. അപ്പോൾ പാരൻ കൈമയായിട്ട് ബന്ധപ്പെട്ട് നോക്കിയാട്ടെ, അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആ ഒരു ഇമേജിലോട്ട് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാട്ടെ, ഒരു വലിയ സർക്കിൾ, എന്നിട്ട് അതിനകത്ത് ജസ്റ്റ് ഇങ്ങനെ ഒരു സർക്കിൾസ് ഇട്ട് വെച്ചിട്ടേ ഉള്ളൂ. അതിനകത്ത് വെറുതെ കറപ്പിച്ചിട്ടോ എടുത്തിട്ടോ ഒന്നുമില്ല, വെറും സിമ്പിളായിട്ട് ഇങ്ങനെ സർക്കിൾ വരച്ചിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്തൊക്കെ ഓർത്ത് വെക്കണം? പാരൻ കൈമയായിട്ട് ബന്ധപ്പെട്ട് സിംപ്ലസ്റ്റ് സ്ട്രക്ചറാണ്, സോഫ്റ്റ് പാർട്സിലാണ് കാണപ്പെടുന്നത്, പിന്നെ ഫോട്ടോസിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫുഡ് സ്റ്റോർ ചെയ്യുന്നതിനും ഹെൽപ്പ്
ചെയ്യുന്നുണ്ട്. അത് ഇത്രയും പാരൻ കൈമയായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെക്കുക. അപ്പോൾ ഓർത്തല്ല എന്തൊക്കെയാണ് ഒന്നുകൂടെ ഒന്ന് ഓർത്തായിട്ട് മക്കളെ. പാരൻ കൈമയായിട്ട് ബന്ധപ്പെട്ട് സിംപ്ലസ്റ്റ് സ്ട്രക്ചറാണ്, സോഫ്റ്റ് പാർട്സിൽ കാണപ്പെടുന്നുണ്ട്, ഫോട്ടോസിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നതിനും സഹായിക്കുന്നുണ്ട്. ആരാ സഹായിക്കുന്നത്? പാരൻ കൈമ. അടുത്തത് കോളൻ കൈമ. ഇച്ചിരി നമുക്ക് ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് 1-2 അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. അപ്പോൾ കോളൻ കൈമ എന്താ പ്രത്യേകത എന്നറിയാമോ? കോളൻ കൈമയുടെ ഒന്ന് നോക്കിയാട്ടെ മക്കളെ. നമ്മൾ തൊട്ട് മുന്നത്തെ ചിത്രമായിട്ട് നോക്കുമ്പോൾ കോളൻ കൈമയുടെ കോർണേഴ്സ് മാത്രം എന്ത് ചെയ്തിട്ടുണ്ട്? കട്ടിയുണ്ട്. മനസ്സിലായോ? കോളൻ കൈമയുടെ കോർണേഴ്സ് എന്താണ്? തിക്കാണ്. കണ്ടോ? സൂക്ഷിച്ച് നോക്കിയാട്ടെ. കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ തിക്ക് ഒൺലി അറ്റ് ദ കോർണേഴ്സ് ഓഫ് ദ സെൽ വാളിൻ്റെ കോർണേഴ്സ് മാത്രം തിക്ക്. അപ്പോൾ കോളൻ കൈമയുടെ കോർണേഴ്സ് മാത്രം, സെൽ വാളിൻ്റെ കോർണേഴ്സ് മാത്രമാണ് തിക്കായിട്ടിരിക്കുന്നത്. പ്രൊവൈഡ്സ് ഫ്ലെക്സിബിലിറ്റി ആൻഡ് സപ്പോർട്ട് ടു ദി പ്ലാൻ പാർട്സ്. കണ്ടോ? അപ്പോൾ നമ്മുടെ പ്ലാൻ പാർട്സിന് അല്ലെങ്കിൽ സസ്യങ്ങളുടെ ഭാഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഉറപ്പും ബലവും ഒക്കെ നൽകുന്നു. അതുപോലെ ഫ്ലെക്സിബിലിറ്റി നമുക്കറിയാം. ഇപ്പോൾ കാറ്റൊക്കെ വരുന്ന സമയത്ത് പ്ലാന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞും ചരിഞ്ഞും ഒക്കെ നിൽക്കും. ചില കേസസ് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ? ഒടിഞ്ഞു വീഴാറുള്ളൂ. അതൊക്കെ അത്ര വലിയ മഴയും ഇതൊക്കെ. അപ്പോൾ ആ സസ്യങ്ങൾക്കുള്ള ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നത് ആരാണ്? നമ്മുടെ കോളൻ കൈമയാണ്. അപ്പോൾ കോളൻ കൈമ നിങ്ങൾക്ക് ഈസിയായി ഓർത്തിരിക്കാൻ ഒരു പോയിന്റ് എന്താണ്? കോളൻ കൈമയുടെ സെൽ വാളിൻ്റെ കോർണേഴ്സ് തിക്കാണ്. എന്തിൻ്റെ? സെൽ വാളിൻ്റെ കേട്ടോ. അതപ്പോൾ എന്ത് ചെയ്യാം? ഓർത്തിരിക്കാം. അടുത്തതാണ് സ്ക്ലീറൻ കൈമ. എന്താണ് സ്ക്ലീറൻ കൈമ? എന്താ സ്ക്ലീറൻ കൈമയുടെ പ്രത്യേകത? കമ്പോസ്ഡ് ഓഫ് സെൽസ് ദാറ്റ് ആർ യൂണിഫോംലി തിക്ക് all over the cell wall, provides strength and support to the plant parts. എന്താണ് മക്കളെ ഇതിൻ്റെ പ്രത്യേകത എന്നറിയാമോ? സെൽ വാളിൻ്റെ എല്ലാ ഭാഗത്തും എന്താ ഒരേപോലെ തിക്നെസ് ഉണ്ട്. ആർക്ക്? സ്ക്ലീറൻ കൈമയ്ക്ക്. എന്താണ്? സെൽ വാളിൻ്റെ എല്ലാ ഭാഗത്തും എന്താണ്? ഒരേപോലെ തിക്നെസ് ഉള്ളതാണ് സ്ക്ലീറൻ കൈമ. ഇതെന്ത് ചെയ്യുന്നുണ്ട്? സ്ട്രെങ്തും സപ്പോർട്ടും നൽകുന്നുണ്ട്. ആർക്ക്? പ്ലാന്റ്സിന്. അപ്പോൾ ആദ്യം നമ്മൾ പഠിച്ചത് പാരൻ കൈമയായിട്ട് ബന്ധപ്പെട്ട് എന്താ? പാരയെന്നൊക്കെ പേരുണ്ടെങ്കിലും ആൾ ഭയങ്കര സിമ്പിളാണ്, സോഫ്റ്റ് പാർട്സിലാണ് കാണപ്പെടുന്നത്, ഫോട്ടോസിന്തസിസിനും ഫുഡ് സ്റ്റോറേജിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ കോളൻ കൈമ കോർണേഴ്സ് തിക്കാണ്. പിന്നീട് എന്താ? ഫ്ലെക്സിബിലിറ്റിയും അതുപോലെ പ്ലാന്റ്സിന് സപ്പോർട്ടും നൽകുന്നുണ്ട്. ദെൻ സ്ക്ലീറൻ കൈമ എല്ലായിടവും ഒരേപോലെ തിക്നെസ് ആണ് അല്ലേ? യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദി സെൽ വാൾ. അതുപോലെ തന്നെ എന്തെങ്കിലും സ്ട്രെങ്തും സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ആദ്യത്തെ 3 പ്ലാന്റ് ടിഷ്യൂസ്. എന്തൊക്കെ? പാരൻ കൈമ, കോളൻ കൈമ ആൻഡ് സ്ക്ലീറൻ കൈമ. ഇനി നമ്മൾ 2 പേരൂടെ പറഞ്ഞില്ലേ ഇച്ചിരി വലിയ ആളുകൾ? സൈലവും ഫ്ലോയവും. അതും ഈസിയാണ് കേട്ടോ. സൈലവും ഫ്ലോയവും. ഈ സൈലത്തിനെയും ഫ്ലോയത്തിനെയും കൂടെ ഒന്നിച്ച് പറയുന്ന പേരാണ് വാസ്കുലാർ ടിഷ്യൂസ്. എന്താ പറയുന്നത്? വാസ്കുലാർ ടിഷ്യൂസ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പ്ലാന്റ്സ് അല്ലെങ്കിൽ സസ്യങ്ങൾ ജലവും ലവണവും അല്ലെങ്കിൽ വാട്ടറും മിനറൽസും എന്ത് ചെയ്യുന്നുണ്ട്? മണ്ണിൽ നിന്ന് വലിച്ചെടുക്കുന്നുണ്ട്. അതെന്ത് ചെയ്യുന്നു? ഇലകളിൽ എത്തിക്കുന്നു. അവിടെ വെച്ച് ഫോട്ടോസിന്തസിസ് നടക്കുന്നു. അവർക്ക് ആവശ്യമുള്ളത് എടുക്കുന്നു, ബാക്കിയുള്ളത് അവർ സൂക്ഷിച്ചു വെക്കുന്നു. നമ്മളെന്നത് അടിച്ചു മാറ്റി തിന്നുന്നു. അപ്പോൾ ഇതിലിങ്ങനെ നടക്കുന്നേ. അപ്പോൾ ഇതിനകത്ത് വേര് വലിച്ചെടുക്കണം അല്ലെങ്കിൽ റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറും മിനറൽസും എന്ത് ചെയ്യണം മക്കളെ? ഇലകളിൽ കൊണ്ട് കൊടുക്കണ്ടേ അല്ലേ? വേര് വലിച്ചെടുക്കുന്ന സാധനം ഇലകളിലെത്തണം, എങ്കിലേ അവിടെ വല്ലതൊക്കെ നടക്കത്തുള്ളൂ അല്ലയോ? അതുപോലെ തന്നെ അവിടെ അതായത് ഇലകളിൽ വെച്ചിട്ട് ഭക്ഷണം പാചകം ചെയ്യുന്നതിൻ്റെ ഫുഡ് പ്രിപ്പയർ ചെയ്ത് അതിൻ്റെ ബാലൻസ് അവർ യൂസ് ചെയ്തതിൻ്റെ ബാലൻസ് എന്ത് ചെയ്യണം? പ്ലാന്റ്സിൻ്റെ തന്നെ ഡിഫറെൻറ്റ് പാർട്സിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യണം? സ്റ്റോർ ചെയ്യണം. അപ്പോൾ ഇതിന് സഹായിക്കുന്ന ആളുകളാണ് ഈ വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ആരൊക്കെ? നമ്മുടെ സൈലവും ഫ്ലോയവും. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടെ നോക്കാം. The water and minerals absorbed by roots need to be transported to leaves and the food prepared in leaves need to be transported to different parts. അതിൽ നമ്മളിപ്പോൾ പറഞ്ഞ റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടർ മിനറൽസ് എവിടെ എത്തണം? ലീഫിലെത്തണം. അതുപോലെ തന്നെ ലീഫിൽ വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് എന്ത് ചെയ്യണം? പ്ലാന്റ്സിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിലോട്ടും കൊണ്ടുപോകണം. ദ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് പെർഫോംഡ് ഫ്രം പെക്യുലിയർ സെൽസ് ടു ഡു ദിസ് ആർ കോൾഡ് വാസ്കുലാർ ടിഷ്യൂസ്. ഈ ഒരു ജോലി ചെയ്യുന്ന ടിഷ്യൂസിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വാസ്കുലാർ ടിഷ്യൂസ് എന്ന് പറയുന്നത്. ദേ ആർ കോൾഡ് കോംപ്ലക്സ് ടിഷ്യൂസ്. ഈ വാസ്കുലാർ ടിഷ്യൂസിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? കോംപ്ലക്സ് ടിഷ്യൂസ്. കാരണം എന്താ? ബിക്കോസ് ദേ ആർ ഫോംഡ് ഫ്രം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് സെൽസ്. വ്യത്യസ്തങ്ങളായിട്ടുള്ള സെൽസുകൾ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ വാസ്കുലാർ ടിഷ്യൂസ്. അതുകൊണ്ട് വാസ്കുലാർ ടിഷ്യൂസിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? കോംപ്ലക്സ് ടിഷ്യൂസ്. എന്താണ്? കോംപ്ലക്സ് ടിഷ്യൂസ്. അതിനു മുന്നേ
ഓക്കെ നമുക്കെന്നാൽ അതുകൂടെ നോക്കാം. ആണ് ഒരു വർക്ക്ഷീറ്റ് ഉള്ളത്. ഞാൻ വിചാരിച്ചതിൻ്റെ തൊട്ട് മുന്നേ ആയിരിക്കുമെന്ന്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചേട്ടെ. അപ്പോൾ വാസ്കുലർ ടിഷ്യൂസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. വാസ്കുലർ ടിഷ്യൂസിൻ്റെ മറ്റൊരു പേരെന്താണ്? കോംപ്ലക്സ് ടിഷ്യൂസ്. The two types of complex tissues found in plants are xylem ആൻഡ് ഫ്ലോയം. അപ്പോൾ ആ രണ്ട് ടിഷ്യൂസ് ഏതൊക്കെയാണ്? സൈലവും ഫ്ലോയവും. അപ്പോൾ നമ്മൾ വാസ്കുലർ ടിഷ്യൂസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. വാട്ടറും മിനറൽസും റൂട്ട് അബ്സോർബ് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ലീവ്സിൽ എത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലീവ്സിൽ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ആര്? നമ്മുടെ വാസ്കുലർ ടിഷ്യൂസ്. അതിൻ്റെ മറ്റൊരു പേരാണ് കോംപ്ലക്സ് ടിഷ്യൂസ്. കാരണം എന്താണ്? ബിക്കോസ് vascular tissues are formed from different kinds of cells, hence they are known as complex tissues. ഏതൊക്കെയാണ് കോംപ്ലക്സ് ടിഷ്യൂസ്? സൈലവും ഫ്ലോയവും. ഇനി നമുക്ക് ഓരോരുത്തരുടെ ഫംഗ്ഷൻ നോക്കാം. സൈലം, ട്യൂബ്സ് ഫോംഡ് ഫ്രം ഇലോങ്ങേറ്റഡ് സെൽസ്. നീളമുള്ള കോശങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഇലോങ്ങേറ്റഡ് സെൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് സൈലം. നോക്കിയിട്ട് മക്കളെ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ അറിയണം കേട്ടോ. ഒരുപക്ഷെ നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരുന്നു എങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ പാരൻകൈമ, സ്ക്ലീറൻകൈമ, അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് സെൽസ്, അല്ലെങ്കിൽ സൈലം, ഫ്ലോയം, ഇത് ഏതെങ്കിലുമൊക്കെ തന്നിട്ട് ആവശ്യം പോലെ കാണും. അതുപോലെ നമുക്ക് 9th സ്റ്റാൻഡേർഡിൽ ബയോളജിയുടെ ടെക്സ്റ്റിൽ ഇത് തന്നെ വീണ്ടും പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ +1 നിങ്ങൾ സയൻസ് എടുത്താലും ഇനിയുള്ള ഹയർ സ്റ്റഡീസിലെല്ലാം നമ്മൾ ഈ പഠിക്കുന്നതൊക്കെ മനസ്സിലാക്കി വെച്ചെങ്കിൽ ഇതിൻ്റെയൊക്കെ കൂടുതൽ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഈസി ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് വേണം. അപ്പം നോക്കിയാട്ടെ. അപ്പോൾ സൈലത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത്. ട്യൂബ്സ് formed from elongated cells transport water and minerals absorbed by the roots to the leaves. ഇവിടെ ഈസിയാണ് മക്കളെ. നമ്മൾ പറഞ്ഞു വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണവും റൂട്ട് അബ്സോർബ് ചെയ്യുന്ന വാട്ടറും മിനറൽസും എവിടെ എത്തിക്കണം? ലീവ്സിൽ എത്തിക്കണം. ആ ജോലി ചെയ്യുന്ന വാസ്കുലർ ടിഷ്യൂ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സൈലമാണ്. അപ്പോൾ സൈലത്തിൻ്റെ ഫംഗ്ഷനാണ് സൈലം ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ റൂട്ട്സ് ടു ദി ലീവ്സ്. കണ്ടോ? അപ്പോൾ വേര് വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഇലകളിൽ എത്തിക്കുന്നത് ആരാണ്? സൈലമാണ്. അടുത്തത് ഹാസ് തിക്ക് സെൽ വാൾസ് ആൻഡ് ദെയർഫോർ പ്രൊവൈഡ് സപ്പോർട്ട് ആൻഡ് സ്ട്രെങ്ത് ടു ദി പ്ലാന്റ്. അതിൻ്റെ സെൽ വാളിന് നല്ല തിക്നെസ് ഉള്ളത് കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പ്ലാന്റിനുള്ള സ്ട്രെങ്തും സപ്പോർട്ടും നൽകുന്നുണ്ട്. ആര്? സൈലം. അപ്പോൾ സൈലമായിട്ട് ബന്ധപ്പെട്ട് മെയിനായിട്ട് ഓർത്തു വെക്കേണ്ട കാര്യം ഇതാണ്. ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ് ടു ദി ലീവ്സ്. അതുപോലെ ഈ ബയോളജിയുടെ ഒക്കെ നോട്ട് ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ എഴുതിയാൽ മതി. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഉള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ അടുത്ത് കുറേ പേര് നോട്ട്സിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ഇടയ്ക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നോട്ട്സായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ നോട്ട്സ് ഇടുന്നതിന് സെപ്പറേറ്റ് വീഡിയോസ്, അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് സെപ്പറേറ്റ് വീഡിയോസ്, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ലാഗായി പോകും. അതുകൊണ്ടാണ് ഞാൻ പിന്നീട് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ നോട്ട്സിൻ്റെ ക്ലാസ് ഇടാഞ്ഞത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ പറയുക കേട്ടോ അഭിപ്രായം എന്താണെന്ന്. അപ്പോൾ സൈലം എന്താണെന്ന് മനസ്സിലായല്ലോ. അടുത്തത് ഫ്ലോയത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കാം. കമ്പോസ്ഡ് ഓഫ് ട്യൂബുലാർ ഇൻ്റർ കണക്റ്റഡ് സെൽസ്, അതായത് നീളമുള്ള പരസ്പരം കണക്ട് ചെയ്തിട്ടുള്ള സെൽസ് കൊണ്ട് നിർമ്മിതമാണ് എന്ത്? ഫ്ലോയം എന്ന് പറയുന്നത്. നോക്കിയാട്ടെ, ഫ്ലോയത്തിൻ്റെ ഒരു ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോയം എന്ത് ചെയ്യുന്നുണ്ടെന്നറിയാമോ മക്കളെ? അത് ഓർത്തിരിക്കാൻ ഈസിയാണ്, ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട്. ഫ്ലോയം ഫുഡിനെ കൊണ്ടുപോകുന്നു. എന്തോന്നാ? ഫ്ലോയം ഫുഡിനെ കൊണ്ടുപോകുന്നു. എവിടുന്നാണ് ഫുഡിനെ കൊണ്ടുപോകുന്നത്? നമ്മൾ പറഞ്ഞു ഇലകളിൽ വെച്ച് പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് ഡിഫറെൻറ്റ് പാർട്സിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന വാസ്കുലർ ടിഷ്യൂ ആണ് ആര്? ഫ്ലോയം. ഫ്ലോയം ട്രാൻസ്പോർട്ട്സ് ഫുഡ് സിന്തസൈസ്ഡ് ഇൻ ദ ലീവ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി പ്ലാന്റ് ബോഡി. അപ്പോൾ സൈലം അത് ഓർത്തിരിക്കുക. അപ്പോൾ ഫ്ലോയം ഫുഡ് കൊണ്ടുവന്നെന്ന് ഓർത്തിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് സൈലത്തിൻ്റെ ഫംഗ്ഷൻ മറ്റേതാണെന്നുള്ളത് ഈസി ആയിട്ട് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. ഒരു പ്രാവശ്യമെങ്കിലും ക്ലാസ് കേട്ടവർക്ക് ഇത് ഈസി ആയിട്ട് ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ട് കമ്പോസ്ഡ് ഓഫ് ട്യൂബുലാർ ഇൻ്റർ കണക്റ്റഡ് സെൽസ്, പരസ്പര ബന്ധിതമായിട്ടുള്ളത് കേട്ടോ, ഇൻ്റർ കണക്റ്റഡ് ട്യൂബുലാർ സെൽസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് ഫ്ലോയം. അതുപോലെ തന്നെ ഫ്ലോയം ട്രാൻസ്പോർട്ട്സ് ഫുഡ് സിന്തസൈസ്ഡ് ഇൻ ദ ലീവ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദി പ്ലാന്റ് ബോഡി. ഓർത്തിരിക്കാമല്ലോ. അപ്പോൾ നമ്മൾ പ്ലാന്റ് ടിഷ്യൂസ് വിജയകരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടൊരു വർക്ക്ഷീറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് നോക്കിപ്പോ. ട്രാൻസ്പോർട്ട്സ് ഫുഡ്. അപ്പം തന്നെ ഉത്തരം വരും. ഫുഡിനെ കൊണ്ടുവന്നത് ആരാണ്? ഇപ്പം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ഫുഡിനെ കൊണ്ടുവന്ന ആരാണ്? ഫ്ലോയമാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട്സ് ഫുഡ് പ്രിപ്പയർഡ് ഇൻ ദ ലീവ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ആൻസർ എന്താണ്? ഫ്ലോയമാണ്. അടുത്തത് ട്രാൻസ്പോർട്ട്സ് വാട്ടർ ആൻഡ് മിനറൽസ് അബ്സോർബ്ഡ് ബൈ റൂട്ട്സ് ടു ദി ലീവ്സ്. ഇപ്പം തന്നെ നമ്മൾ പഠിച്ചതേ ഉള്ളൂ. എന്താ? സൈലം അല്ലേ? ജലവും ലവണോ വാട്ടറിനെ മിനറൽസിനെ ഒക്കെ കൊണ്ടുവന്ന ആരാണ്? സൈലമാണ്. അടുത്ത തേർഡ്
ഓപ്ഷൻ നോക്കാം. സീൻ ഇൻ ദ ടെൻഡർ പാർട്സ് ഓഫ് ദി പ്ലാന്റ് കേട്ടോ. ഇത് ടെൻഡർ പ്ലാന്റ്സ് ടെൻഡർ പാർട്സ് എന്ന് പറഞ്ഞിരിക്കുന്ന മൃദുവായ ഭാഗങ്ങളിൽ. പേരി പാരയൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആണ്. ആര്? പാരൻ കൈമ. ആരാണ്? പാരൻ കൈമ. അപ്പോൾ സിയുടെ ആൻസർ എന്താണ്? പാരൻ കൈമയാണ്. അടുത്ത ഡി. ഓൺലി ദ കോർണേഴ്സ് ഓഫ് ദ സെൽ വാൾസ് ആർ തിക്ക്. കോർണേഴ്സ് മാത്രം തിക്ക്. എന്താണ്? കോളൻ കൈമ. കോർണേഴ്സ് തിക്കായിട്ടുള്ളത് കോളൻ കൈമ. അറിയാലോ. അടുത്തത് cells that are uniformly thick all over the cell wall are seen. എല്ലായിടവും തിക്നെസ് ഉണ്ട്. ഇനി ഒരാളെ ഉള്ളൂ നമുക്ക് പറയാൻ വേണ്ടിയിട്ട്. ആരാണ്? സ്ക്ലീറൻ കൈമ. യൂണിഫോംലി തിക്ക് ഓൾ ഓവർ ദി സെൽ വാൾ. ആരാണ്? സ്ക്ലീറൻ കൈമ. അപ്പോൾ ഇത്രയുമാണ് പ്ലാന്റ് ടിഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് പോയിൻറ്റ്സ്. നിങ്ങളത് പഠിച്ചെന്ന് തന്നെ ഞാൻ വിചാരിക്കുവാണ് കേട്ടോ. അടുത്ത് ഇവിടെ ഒന്ന് രണ്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കണ്ടോ. വാസ്കുലർ ടിഷ്യൂസ് ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ ഈ പറഞ്ഞതിൻ്റെ ആൻസേഴ്സ് ഇവിടെ എഴുതിയാൽ മതി. ഫ്ലോയവും സൈലവും പിന്നെ പാരൻ കൈമ, സ്ക്ലീറൻ കൈമ, കോളൻ കൈമയാണ് മറ്റേതായിട്ട് വരുന്നത്. അത് ഓൾറെഡി ഡിസ്കസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നില്ല കേട്ടോ. ഇനി ഒരു ചെറിയ ഒരു സെക്ഷൻ പോലും ഇവിടെ കൊടുത്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒന്ന് നമുക്ക് ശ്രദ്ധിച്ചാലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ മുതൽ ഇങ്ങനെ സെല്ലൊക്കെ പഠിച്ച് ഇപ്പോൾ ടിഷ്യൂസിലോട്ടൊക്കെ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു കുട്ടി, സെൽസ് കമ്പൈൻ ടു ഫോം ടിഷ്യൂസ്. വാട്ട് ഇഫ് ടിഷ്യൂസ് കമ്പൈൻ? സെൽസ് ചേർന്നിട്ട് എന്താ ഉണ്ടാകുന്നത്? ടിഷ്യൂസ് ചേർന്നിട്ട് ഇനി എന്താ ഉണ്ടാകുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒന്ന് നോക്കിയാട്ടെ, ഡിഫറെൻറ്റ് ടിഷ്യൂസ് കാണിച്ചിട്ടുണ്ട്. നോക്കിയാട്ടെ, നെർവസ് ടിഷ്യൂസ്, എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ. ഈ ഡിഫറെൻറ്റ് ടിഷ്യൂസ് ചേർന്നിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓർഗൻസ്. ഇപ്പോൾ സ്റ്റൊമക്കിൽ കാണപ്പെടുന്ന ടിഷ്യൂസാണ് ഒരു എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുള്ളത്. എന്താണ്? സ്റ്റൊമക്കിൽ നമ്മുടെ ആമാശയത്തിൽ എന്തൊക്കെ ടിഷ്യൂസ് കണ്ട്? നെർവസ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ. ഇതിൻ്റെയൊക്കെ ഫങ്ഷൻസ് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലേ, ഡിഫറെൻറ്റ് ടിഷ്യൂസിൻ്റെ. ദെൻ ഇൻറ്റസ്റ്റൈനും കാണിച്ചു. ഇൻറ്റസ്റ്റൈനിലും ഇത് തന്നെയാണ്, ഇത്രയും ടിഷ്യൂസ് ഉണ്ട്. ഇത് ചേർന്നിട്ടാണ് ഈ സ്റ്റൊമക്കും ഇൻറ്റസ്റ്റൈനും ഒക്കെ എന്തിൻ്റെ ഭാഗമാണ് മക്കളെ? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. എന്തിൻ്റെ ഭാഗമാണ്? ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, സെൽസ് ചേർന്നിട്ട് എന്തുണ്ടായിട്ടുണ്ട് മക്കളെ? ടിഷ്യൂസ് ചേർന്ന് എന്താ ഉണ്ടാകുന്നത്? ഓർഗൻസ്. മനസ്സിലായോ? അപ്പോൾ സെല്ലുകൾ ചേർന്നിട്ട് ടിഷ്യൂസ് ഉണ്ടായി, ടിഷ്യൂസ് ചേർന്നിട്ട് ഓർഗൻസ് ഉണ്ടായി, ഡിഫറെൻറ്റ് ഓർഗൻസ് ചേർന്നിട്ടാണ് ഓർഗൻ സിസ്റ്റം ഉണ്ടാകുന്നത്. മനസ്സിലായോ? നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഓർഗൻ സിസ്റ്റം ഉണ്ട്. ഈ ഒരുപാട് ഓർഗൻ സിസ്റ്റം ചേർന്നിട്ടാണ് ഹ്യൂമൻ ബോഡി നിർമ്മിച്ചിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ സെല്ലുകൾ ചേർന്ന് ടിഷ്യൂസുകൾ ചേർന്നിട്ട് ഓർഗൻസ് ചേർന്നിട്ടാണ് ഓർഗൻ സിസ്റ്റം. ഡിഫറെൻറ്റ് ഓർഗൻ സിസ്റ്റം ചേർന്നിട്ടാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി നിർമ്മിച്ചിട്ടുള്ളത്. മനസ്സിലായി? അപ്പോൾ ഇവിടെ ഒരു ചെറിയ എക്സാമ്പിൾ, ഒരു ഓർഗൻ സിസ്റ്റം ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റം ഉണ്ടോ. അതിനകത്ത് നെർവസ് ടിഷ്യൂ, എപ്പിത്തീലിയൽ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, ഇതിനകത്തൊക്കെ ഒരുപാട് സെൽസ് ഉണ്ട്, അത് നിങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ടിഷ്യൂസ് ചേർന്നിട്ട് ഓർഗൻസ് ഉണ്ട്, ഡിഫറെൻറ്റ് ഓർഗൻസ് ചേർന്നിട്ട് ഓർഗൻ സിസ്റ്റം ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളോട്ടൊക്കെ ഒന്ന് നോക്കാം. ഇവിടെ ചോദിച്ചിട്ടുണ്ട്, വാട്ട് ആർ ദ ഫങ്ഷൻസ് പെർഫോംഡ് ബൈ ഈച്ച് ടിഷ്യൂ ഇൻ ദ ഇലിസ്ട്രേഷൻസ് ചോദിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നെർവസ് ടിഷ്യൂ, എപ്പിത്തീലിയൽ, കണക്റ്റീവ് ടിഷ്യൂൻ്റെ ഒക്കെ ആൻസേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. പിന്നീട് അടുത്തത്, വാട്ട് ആർ ദി ഇമ്പോർട്ടൻറ്റ് ടിഷ്യൂസ് ദാറ്റ് സ്റ്റൊമക് ആൻഡ് ഇൻറ്റസ്റ്റൈൻ ആർ മെയ്ഡ് അപ്പ് ഓഫ്? ഏതൊക്കെയാണ്? എപ്പിത്തീലിയൽ ടിഷ്യൂ, മസ്കുലർ ടിഷ്യൂ, കണക്റ്റീവ് ടിഷ്യൂ, നെർവസ് ടിഷ്യൂ. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ ഇപ്പോഴത്തെ ആ ഒരു ഡയഗ്രത്തിൽ. അടുത്തത്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് സ്റ്റൊമക്ക്? നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഫങ്ഷൻ എന്താ? 9ാം ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, നമ്മളിപ്പോൾ 8ാം ക്ലാസ് അല്ലേ. അപ്പോൾ എന്താണ് സ്റ്റൊമക്കിൻ്റെ ഫങ്ഷൻ എന്നറിയാമോ? നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു കുഴമ്പ് രൂപത്തിലാക്കും. അതുപോലെ തന്നെ നമ്മുടെ ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് സ്റ്റൊമക്ക്. ഒരുപാട് ഫങ്ഷൻസ് അതിനകത്ത് വെച്ച് നടക്കുന്നുണ്ട്. അപ്പോൾ സിംപ്ലി പഠിക്കുക, സ്റ്റൊമക്ക് ഹെൽപ്സ് ഇൻ ഡൈജഷൻ. അതുപോലെ തന്നെ ഫുഡ് ഈസ് പൾവറൈസ്ഡ് ആൻഡ് മെയ്ഡ് ഇൻ ടു എ പേസ്റ്റ്. നമ്മുടെ ഭക്ഷണത്തിന് കുഴമ്പ് രൂപത്തിലാക്കി ഒരു പേസ്റ്റ് പരുവത്തിലാക്കുന്ന ആളാണ് സ്റ്റൊമക്ക്. അടുത്തത്, വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഇൻറ്റസ്റ്റൈൻ? ഇൻറ്റസ്റ്റൈൻ്റെ ഫങ്ഷൻ എന്താ? അതും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ പാർട്ടാണ്, ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ഓരോ ഭക്ഷണം കഴിക്കും, ഇപ്പോൾ ചിക്കൻ ആയാലും ബിരിയാണി ആയാലും നമ്മൾ കഴിക്കും, അത് അതുപോലെ തന്നെ ബ്ലഡിലോട്ട് അബ്സോർബ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ കോംപ്ലക്സ് ഫുഡിനെ സിംപ്ലറാക്കി മാറ്റുന്ന പ്രോസസ്സാണ് സിംപ്ലി ഡൈജഷൻ. എന്തോന്നാ വലിയ ഭക്ഷണത്തിനെ ചെറുതായിട്ട്, അതായത് നമ്മുടെ ബ്ലഡിലോട്ട് ആഗിരണം ചെയ്യാൻ പരുവത്തിലാക്കുന്നതാണ് ഈ പ്രോസസ്സ്, ഡൈജഷൻ അല്ലെങ്കിൽ ദഹനമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൈജസ്റ്റഡ് ന്യൂട്രിയൻസിനെ, ഈ ഓരോ നമ്മുടെ ഭക്ഷണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസിനെ അബ്സോർബ് ചെയ്യാൻ ആര് സഹായിക്കും? ഇൻറ്റസ്റ്റൈൻ സഹായിക്കും.
കേട്ടോ. അപ്പോൾ അതെന്തായാലും ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മതി. എക്സാമിനൊന്നും ഇതങ്ങനെ ചോദിക്കൂല കേട്ടോ എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അങ്ങനെ ചോദിച്ച് ഞാൻ കണ്ടിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഇത് മനസ്സിലാക്കിയിരുന്നാൽ മതി. സ്റ്റൊമക്കിൻ്റെ ഫംഗ്ഷൻ എന്താണ്, സ്റ്റൊമക്ക് ആയാലും ഇൻഡസ്റ്റൈൻ ആയാലും ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഓർത്ത് വെക്കാം. അടുത്ത്, ഇസ് ദ ഫംഗ്ഷൻ പെർഫോംഡ് ബൈ ആൻ ഓർഗൻ ദ സെയിം ആസ് ദ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യുവൻറ്റ് ടിഷ്യൂസ്. അതായത് ഇപ്പോൾ ഒരു ചോദിച്ച ക്വസ്റ്റ്യൻസ് ഇതാണ്. ഇപ്പോൾ ഒരു ഓർഗൻ പെർഫോം ചെയ്യുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതിനകത്തുള്ള കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ടിഷ്യൂസിൻ്റെ അതേ ഫംഗ്ഷൻ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ നമുക്ക് സ്റ്റൊമക്കിൻ്റെ ബേസിസിൽ നമുക്ക് പറയാം. അപ്പോൾ ക്വസ്റ്റ്യൻ എന്താണ്, ഈസ് ദ ഫംഗ്ഷൻ പെർഫോംഡ് ബൈ ആൻ ഓർഗൻ ദ സെയിം ആസ് ദ ഫംഗ്ഷൻ ഓഫ് ഇറ്റ്സ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ടിഷ്യൂസ്. നമുക്കറിയാം ഓരോ ടിഷ്യൂസിനും എന്തുണ്ട്, അതിൻ്റേതായിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്. ബട്ട് വെൻ ഓർഗൻസ് ആർ ഫോംഡ് ബൈ ദ ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂസ്, ഓർഗൻസ് ഹാവ് ടു അണ്ടർടേക്ക് ദ സ്പെസിഫിക് ഫങ്ഷൻസ്. ഇപ്പം സ്റ്റൊമക്കിൻ്റെ ഫംഗ്ഷൻ എന്താണ്, ഡൈജഷനാണ്. ഈ സ്റ്റൊമക്കിനകത്ത് എപ്പിത്തീലിയൽ ടിഷ്യൂ ഉണ്ട്, അതുപോലെ തന്നെ മസ്കുലാർ ടിഷ്യൂ ഉണ്ട്, ബ്ലഡ് വെസൽസ് ഉണ്ട്. അതാണ് ന്യൂട്രീഷ്യസ് ബ്ലഡിനെ എന്ത് ചെയ്യുന്നത്, ക്യാരി ചെയ്യുന്നത്. അതുപോലെ നെർവസ് ടിഷ്യൂ ഉണ്ട്. എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് വരുവാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നടക്കണം. അതുപോലെ തന്നെ ഇമ്പൾസിനെയൊക്കെ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് സെൻഡ് ചെയ്യണം. അപ്പോൾ ഇതൊന്നും ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവത്തില്ല. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കേട്ടായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഓർഗനിനകത്ത് ഒരുപാട് ടിഷ്യൂസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം കൂടി ഇങ്ങനെ ഓരോ ടിഷ്യൂസിനും ഓരോ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം കൃത്യമായിട്ട് ചെയ്തെങ്കിലേ ആ സ്റ്റൊമക്കിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കത്തുള്ളൂ. മനസ്സിലായി? അപ്പോൾ ഓരോരുത്തർക്കും എന്തുണ്ട്, ഓരോ ഫംഗ്ഷൻ ഉണ്ട്. അത് മൊത്തത്തിൽ നടന്നെങ്കിലേ ആ ഒരു ഓർഗൻ്റെ ഫംഗ്ഷൻ നല്ല രീതിയിൽ നടക്കത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ഓർഗൻസ് വിത്ത് ദ സെയിം ഫംഗ്ഷൻ വർക്കിംഗ് ടുഗദർ ആസ് എ സിസ്റ്റം? എന്ത് ചെയ്യുന്നറിയാമോ, നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഓർഗൻസ് ഉണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഇതിൻ്റെ എല്ലാം സ്മൂത്ത് ആയിട്ടുള്ളതും അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ഇതൊരു സിസ്റ്റമായിട്ട് മനസ്സിലായിരുന്നു. അതായത് ഇപ്പോൾ ഈ ഭൂമിയിലുള്ള മെഷീൻസിനേക്കാളും എല്ലാം കോംപ്ലക്സ് ആണ് നമ്മുടെ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു മെഷീൻ കേടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പാർട്സ് അങ്ങനെ. പക്ഷെ നമ്മുടെ ഹ്യൂമൻ ബോഡി എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കോംപ്ലക്സ് ആണ്. ഒരുപാട് പാർട്സുകൾ ഒരു പ്രത്യേക ഇൻ്റർവെല്ലിൽ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ ഇരിക്കുന്നത്, ഞാൻ ഈ ഒരു ക്ലാസ് എടുക്കുന്നതൊക്കെ ഈശ്വരൻ്റെ സഹായത്താൽ ഇതുവരെ. മനസ്സിലായി? അപ്പോൾ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരുപാട് ഓർഗൻ സിസ്റ്റം ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഓരോരുത്തരും അവരുടെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് യാതൊരു ഇൻട്രപ്ഷനും ഇല്ലാതെ സ്മൂത്തായിട്ട് നമ്മുടെ ശരീരം മുന്നോട്ട് പോകുന്നത്. അതായത് ഹ്യൂമൻ ബോഡി ഇങ്ങനെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തത് കുറച്ച് നമുക്ക് വേണ്ട കാര്യത്തിലോട്ട് പോകട്ടോ. ഓർഗൻസും ഓർഗൻ സിസ്റ്റവും ചോദിച്ചിട്ടുണ്ട്. കുറച്ച് ഓർഗൻസ് പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ ഓർഗൻ സിസ്റ്റം ഏതാണെന്നുള്ളത് പറഞ്ഞു. അതായത് അവയവം പറഞ്ഞിട്ടുണ്ട്, അത് ഏത് അവയവ വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറയണം. എന്താ മക്കളെ, ഹാർട്ടും ബ്ലഡ് വെസൽസും. ഈ ഹാർട്ടും ബ്ലഡ് വെസൽസും ഏത് ഓർഗൻ സിസ്റ്റമാണെന്ന് അറിയാമോ? ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. രക്തപരിചരണ വ്യവസ്ഥ, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ ഹാർട്ടും ബ്ലഡ് വെസൽസും. അടുത്തത് നോസ്ട്രിൽസ്, ട്രക്കിയ, ലങ്സ്, ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഓരോ സിസ്റ്റത്തിനെ കുറിച്ചും പഠിക്കാനുണ്ട് കേട്ടോ. അതായത് ഓരോ സിസ്റ്റമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാന കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ്? ഹാർട്ട്, ബ്ലഡ് വെസൽസ്, ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റമാണ്. നോസ്ട്രിൽസും ട്രക്കിയ, ലങ്സ് എന്തിൻ്റെ ഭാഗമാണ്? റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അടുത്ത കിഡ്നി, യുറീറ്റർ, യൂറിനറി ബ്ലാഡർ. കിഡ്നി, അതുപോലെ തന്നെ മൂത്രസഞ്ചി, മൂത്രവാഹി, ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. വിസർജന അവയവ വ്യവസ്ഥയുടെ ഭാഗമാണ്, എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അടുത്ത ബ്രെയിനും നെർവ്സും നാഡീ വ്യവസ്ഥയുടെ ഭാഗമാണ്, നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് കേട്ടോ. നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒന്നുകൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു വിടാം. ഹാർട്ടും ബ്ലഡ് വെസൽസും ബ്ലഡ് സർക്കുലേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. നോസ്ട്രിൽസും ട്രക്കിയയും അല്ലെങ്കിൽ ലങ്സും റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. കിഡ്നി, യുറീറ്റർ, യൂറിനറി ബ്ലാഡർ എക്സ്ക്രീറ്ററി സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ബ്രെയിനും നെർവ്സും നെർവസ് സിസ്റ്റത്തിൻ്റെ ഭാഗമാണ്. ആണല്ലോ. അപ്പം ഒരു ഓർഗനും no organ system can function independently. The body exists as a result of combined working of these different organ systems. അതായത് ഇത്രയും ഓർഗൻ സിസ്റ്റത്തെ ഒരുപോലെ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ നമുക്ക് നല്ല രീതിയിലൊക്കെ ഇരിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഓരോ ഓർഗൻ സിസ്റ്റത്തിനും സ്വതന്ത്രമായിട്ടല്ല, ഒന്നുമായിട്ട് ഇൻ്റർ കണക്റ്റഡ് ആണ്. അതാണ് മെയിനായിട്ടും മനസ്സിലാക്കി വെക്കേണ്ടത് കേട്ടോ. അടുത്തത്, ഇനി ഇവിടെ ഒരു ഇലിസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്കത് നോക്കിയിട്ട് പെട്ടെന്ന് അങ്ങ് പറയാവേ. ശ്രദ്ധിക്കുക.
അപ്പോൾ നമ്മൾ ആറ്റം മുതൽ, അതായത് ഏതൊരു വസ്തുവിൻ്റെയും അടിസ്ഥാന ഘടകം എന്താണ്? ആറ്റമാണ്. നമുക്കറിയാം ഓൾ മെറ്റീരിയൽസ് ആർ ബേസിക്കലി മേഡ് അപ്പ് ഓഫ് ആറ്റംസ്. ആറ്റംസ് ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ആറ്റംസ് കമ്പൈൻ ടുഗദർ ടു ഫോം മോളിക്യൂൾസ്. എന്താ? ആറ്റങ്ങൾ ചേർന്നിട്ടാണ് മോളിക്യൂൾസ് ഉണ്ടായിട്ടുള്ളത്. ഇനിയും ബയോട്ടിക് മോളിക്യൂൾസും ഉണ്ട്, എബയോട്ടിക് മോളിക്യൂൾസും ഉണ്ട്. അതായത് ജീവനുള്ള ജൈവ തന്മാത്രകളും ഉണ്ട്, അജൈവിക തന്മാത്രകളും ഉണ്ട്. അപ്പോൾ സെൽസ് ചേർന്നിട്ടാണ് മോളിക്യൂൾസ്. അത് ബയോട്ടിക് ആണ് എങ്കിൽ, അതായത് ജൈവ തന്മാത്രയാണ് എന്നുണ്ടെങ്കിൽ ഈ മോളിക്യൂൾസ് ചേർന്നിട്ട് എന്തുണ്ടാവും? നമ്മുടെ ഓർഗനൽസ് ഉണ്ടാവും, സെൽ ഓർഗനൽസ് ഉണ്ടാവും. നമ്മൾ പഠിച്ചതാണ് സെൽ ഓർഗനൽസ്. എന്താ? വാക്യൂള്, മൈറ്റോകോൺട്രിയ, റൈബോസം, അങ്ങനെ കുറേ സാധനമൊക്കെ നമ്മൾ പഠിച്ചതല്ലേ. ഈ സെൽ ഓർഗനൽസ് ചേർന്നിട്ടാണ് സെല്ലുണ്ടാകുന്നത്. എന്തുവാ മക്കളെ ഞാൻ പറഞ്ഞേ? അപ്പോൾ ഏതൊരു വസ്തുവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റങ്ങൾ കൊണ്ടാണ്. ആറ്റങ്ങൾ ചേർന്ന മോളിക്യൂൾസ് ഉണ്ടാവും. ആ മോളിക്യൂൾസ് ബയോട്ടിക് ആണെന്നുണ്ടെങ്കിൽ, ജീവനുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് സെൽ ഓർഗനൽസ് ഫോം ചെയ്യും. സെൽ ഓർഗനൽസ് ചേർന്നിട്ടാണ് സെല്ലുണ്ടാകുന്നത്. സെല്ലുകൾ ചേർന്നിട്ടാണ് ടിഷ്യൂസ് ഉണ്ടാകുന്നത്. ടിഷ്യൂസ് ചേർന്നിട്ടാണ് ഓർഗൻസ്. നമ്മളിപ്പം പഠിച്ചതാ ഇല്ലേ? ഇപ്പം തന്നെ സ്റ്റൊമക്കും അതുപോലെ തന്നെ ഇൻഡസ്റ്റൈനും ഒക്കെ ഡിഫറെൻറ്റ് ടിഷ്യൂസ് ചേർന്നിട്ടാണ് ഉണ്ടായത്. അപ്പോൾ ടിഷ്യൂസ് ചേർന്ന് ഓർഗൻസ് ഉണ്ടായി, ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റം ഉണ്ടായി. ഡിഫറെൻറ്റ് ഓർഗൻ സിസ്റ്റം ചേർന്നിട്ടാണ് ഒരു ഓർഗാനിസം. ഈ ഓർഗാനിസങ്ങൾ ചേർന്നിട്ടാണ് പോപ്പുലേഷൻ. അപ്പോൾ എന്താണ് ഈ പോപ്പുലേഷൻ? ഇവിടെ കണ്ടോ, ഒരു പശു, കുറേ പശുക്കൾ, അതായത് ഒരേ ടൈപ്പ് ഒരുപാട് ഓർഗാനിസം ചേർന്നാണ് പോപ്പുലേഷൻ എന്നുള്ളത് കേട്ടോ. അത് ഗ്രൂപ്പ് ഓഫ് എനി പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഓർഗാനിസംസ് ഇൻ ആൻ എക്കോസിസ്റ്റം ഈസ് കോൾഡ് പോപ്പുലേഷൻ. അത് ഓർക്കണേ. അതായത് ഇപ്പം പശുവിൻ്റെ എണ്ണം എന്ന് പറഞ്ഞാൽ ഒരേ ടൈപ്പ്, ആ പശുക്കളെല്ലാം കൂടെ ചേർന്നതാണ് അതിൻ്റെ പോപ്പുലേഷൻ. എന്നാലൊരു കമ്മ്യൂണിറ്റി എന്താണ്? ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ പശുക്കൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ ജീവികളുടെ ബേസിസിലാണ് പറഞ്ഞിട്ടുള്ളത്. പശുവുണ്ട്, വേഴാമ്പലുണ്ട്, എലിഫൻ്റ് ഉണ്ട്, ഒരു മങ്കിയുണ്ട്, അങ്ങനെ ഒരുപാട് ജീവികൾ. അപ്പോൾ എന്താണ് ഈ കമ്മ്യൂണിറ്റി? ഒരു എക്കോസിസ്റ്റത്തിലുള്ള എല്ലാ ഓർഗാനിസം കൂടി ചേർന്നിട്ടുള്ളതാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പോപ്പുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഓർഗാനിസമാണ്. എന്നാൽ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് എക്കോസിസ്റ്റത്തിലെല്ലാം കൂടെ ചേർന്നിട്ടുള്ളതാണ് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അതുപോലെ നമ്മുടെ മനുഷ്യ ശരീരവും എന്താണ്? ഒരുപാട് ഫാക്ടേഴ്സ് ചേർന്നിട്ടുള്ളതാണ്. നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഇൻഡിവിജ്വൽസ് ഉണ്ട് ആണല്ലോ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ ആറ്റങ്ങൾ, മോളിക്യൂള്, സെൽ ഓർഗനൽസ്, സെല്ല്, അങ്ങനെ നമ്മുടെ കമ്മ്യൂണിറ്റി വരെയായി. അപ്പം നല്ല രീതിയിലെല്ലാം നടക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതിൻ്റെ ഇൻഡിവിജ്വൽ പാർട്സ് മുതലേ പ്രോപ്പറായിട്ടിരിക്കണം. എങ്കിലേ അത് മൊത്തത്തിൽ എന്ത് ചെയ്യത്തുള്ളൂ? ഒരു കമ്മ്യൂണിറ്റി നല്ല രീതിയിൽ പോകത്തുള്ളൂ. അതാണ് ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതായത് ഓരോ ഫാക്ടേഴ്സിൻ്റെയും ഒരു കോർഡിനേഷൻ എന്ത് ചെയ്യണം? നമ്മുടെ സൊസൈറ്റിക്ക് ആവശ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ സെല്ലുകൾ ചേർന്നിട്ട്, അപ്പോൾ കണ്ടോ, ഇപ്പോൾ ചെറിയൊരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായി കാണും എങ്ങനെയാണ് ഇത്രയും എന്നുള്ളത്. ഇപ്പോൾ സെല്ല് തുടങ്ങി നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ കാര്യമോ പറഞ്ഞ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടിയത് ഞാൻ വിചാരിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കേട്ടോ. അടുത്ത് നമുക്ക് ലെറ്റസ് ആസസൂഡ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു ചിത്രങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ബോൺ മസിൽസ്, നെർവസ് സെൽസ്, എപ്പിത്തീലിയൽ സെൽസ്, ബ്ലഡ് സെൽസ്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നും ABCD എന്താണെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പേജ് നോക്കുകയാണെങ്കിൽ തന്നെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ കാണും ഇതിൻ്റെയൊക്കെ പേര് കേട്ടോ. അപ്പോൾ പ്രൊവൈഡ് സപ്പോർട്ട്, പ്രൊട്ടക്ഷൻ ആൻഡ് ഷേപ്പ് എന്താണ്? ബോൺ സെൽസ് ആണ്. ദെൻ കവേഴ്സ് ദ ബോഡി പാർട്സ് എന്താണ്? എപ്പിത്തീലിയൽ സെൽസ് ആണ്. ട്രാൻസ്പോർട്ട് സബ്സ്റ്റൻസ്, കണക്റ്റീവ് ടിഷ്യൂസ് ആണ്, കണക്റ്റീവ് സെൽസ് ആണ്. ബ്ലഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹെൽപ്സ് ടു റെസ്പോണ്ട് ബൈ റെക്കഗ്നൈസിങ് ചേഞ്ചസ്, നമ്മുടെ ചുറ്റുപാടുമുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മളെ പ്രതികരിക്കാൻ സഹായിക്കുന്നത് നെർവസ് ടിഷ്യൂസ് ആണ്, നെർവസ് സെൽസ് ആണ്. Then which among the following statement is not related to tissues? ടിഷ്യൂസുമായിട്ട് ബന്ധപ്പെടാത്തത് എന്താണ് എന്നുള്ള ഓപ്ഷൻസ് കണ്ടോ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെൽസ് ആർ സീൻ, സിമിലർ കൈൻഡ്സ് ഓഫ് സെൽസ് ആർ സീൻ, പെർഫോം സ്പെസിഫിക് ഫങ്ഷൻസ്, ഫോംഡ് ഫ്രം ഡിഫറെൻറ്റ് സെൽസ്. അപ്പോൾ ടിഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ചേരാത്തത് ഫോംഡ് ഫ്രം ഡിഫറെൻറ്റ് സെൽസ്, വ്യത്യസ്ത സെല്ലിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നുള്ളത് തെറ്റാണ്. ടിഷ്യൂസ് ഡിഫറെൻറ്റ് സെൽസിൽ നിന്നല്ലല്ലോ. നമ്മൾ ടിഷ്യൂസ് എന്താണെന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഒരേ ജോലി ചെയ്യുന്ന ഗ്രൂപ്പ് ഓഫ് സെൽസ് ചേർന്നിട്ടുള്ളതാണ് ടിഷ്യൂസ്. അടുത്ത മൂന്നാമത്തേത് വിച്ച് ഇൻഡിക്കേറ്റർ ഹെൽപ്സ് ടു ഐഡൻറ്റിഫൈ കോളൻ കൈമ വെൻ ഇറ്റ് ഈസ് ഒബ്സർവ്ഡ് ത്രൂ എ മൈക്രോസ്കോപ്പ്. നമുക്കറിയാം കോളൻ കൈമ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഓൺലി ദ കോർണേഴ്സ് ഓഫ് ദ സെൽസ് ആർ തിക്ക് ആണല്ലോ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്റർ. ഇപ്പം തന്നെ ഒരുപാട് ലാഗായി എനിക്കറിയാം. അപ്പോൾ എന്തായാലും നിങ്ങൾ വേണ്ട
എന്താ ചാപ്റ്റേഴ്സ് സബ്ജക്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരുപാട് ലാഗുണ്ട്. ഇപ്പോൾ PSCയുടെ തന്നെ എക്സാമൊക്കെ അടുത്തിരിക്കുന്നത് കൊണ്ട് എല്ലാവരും ഭയങ്കര തിരക്കും കാര്യങ്ങളുമാണ്. കൂട്ടത്തിൽ എൻ്റെ കുറച്ച് പഠനങ്ങളും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പറ്റുന്ന പോലെ ഞാൻ ക്ലാസ് മാക്സിമം ഇടാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ക്ലാസ് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബിങ്. അതുപോലെ തന്നെ കൂട്ടുകാർക്ക് മാക്സിമം ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടിന് ഒരുപാട് താങ്ക്സ്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.